കഴിഞ്ഞ ദിവസം വയനാട്ടിൽ ഉരുൾപൊട്ടിയ സ്ഥലത്ത് പോയിട്ടോ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ ഇവിടെ നമ്മളൊരു സ്റ്റുഡൻറ്റിന് SSLC കഴിഞ്ഞ ഒരു സ്റ്റുഡൻറ്റിനെ കാണാൻ പോയതിനും ഫുൾ A+ ആയിരുന്നു. അപ്പോൾ അവിടെ എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഉരുൾപൊട്ടലിനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെ പോയപ്പോൾ ആ കുട്ടി പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ദിവസം എനിക്ക് തോന്നുന്നു അത് ജൂലൈ 10ഓ 20ഓ അങ്ങനെ എന്തോ ആണ് ഡേറ്റ്. അന്ന് രാത്രി 3 മണിയായപ്പോൾ ഈ കുട്ടിയുടെ ഉപ്പ ഒന്ന് സൗണ്ട് കേട്ടിട്ട് പുറത്തിറങ്ങി നോക്കിയതാ. അപ്പോൾ ഭയങ്കര ശബ്ദവും എന്തൊക്കെയോ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ആ ഉപ്പ ഈ മോളെയും ഇവരുടെ അനിയത്തിമാരെയും ഉപ്പയെയും ഉമ്മയെയും പിന്നെ അദ്ദേഹത്തിൻ്റെ വൈഫിനെ എല്ലാവരെയും കൂടെ കൂട്ടിയിട്ട് രാത്രിക്ക് രാത്രി പലായനം ചെയ്തിട്ട് ഒരു സ്ഥലത്ത് അഭയം തേടുകയാണ്. ആ ഉരുൾപൊട്ടലിൽ ആ കുടുംബത്തിലെ 10 പേരും ഈ കുട്ടിയുടെ ഉറ്റ സുഹൃത്തുക്കളായിട്ടുള്ള 3 പേരും അതുപോലെ തന്നെ ഒട്ടനവധി ആൾക്കാരുമാണ് മരണപ്പെട്ടത്. ആ കുട്ടിയുടെ വീട്ടിൽ കഴിഞ്ഞ ദിവസം പോയിട്ട് ആ ഒരു വിഷമം ഞാൻ പങ്കുവെക്കുമ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കര ഒരു ഇതായി. അതായത് എത്ര പെട്ടെന്നാണ് ജീവിതത്തിൽ ഓരോന്ന് സംഭവിക്കുന്നത് എന്ന് ഞാൻ ഭയങ്കര അത്ഭുതപ്പെട്ടു പോയി. ഒറ്റ ദിവസം കൊണ്ട് ഇതുവരെ ഉണ്ടാക്കിയ എല്ലാ സമ്പാദ്യവും വീട് എല്ലാം ഒരു ആയുസിൻ്റെ കഷ്ടപ്പാടാണ് വീട് എന്നൊക്കെ പറഞ്ഞാൽ അതൊക്കെ അങ്ങ് പോവുകയാണ്. എന്തൊരു ലൈഫ് ഈസ് എത്ര ഒരു അൺപ്രഡിക്റ്റബിൾ ആണ് ഈ ഒരു ലൈഫ്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ നിമിഷവും നമ്മൾ ജീവിക്കുന്നത് വളരെ വിലപ്പെട്ടതാണ്. ഓരോ നിമിഷവും വിലപ്പെട്ട ഈ ഒരു കാലത്താണോ നിങ്ങൾ ആലോചിക്കുന്നത് +1 +2 കഴിഞ്ഞിട്ട് ഒരു കൊല്ലം റിപ്പീറ്റ് ചെയ്തിട്ട് നീറ്റിലേക്കോ ജയിലിലേക്കോ പോകാമെന്ന്? അത് എന്തിനാ നിങ്ങൾ അങ്ങനെ ആലോചിക്കുന്നത്? എന്തിനാ നിങ്ങളുടെ ഒരു വർഷം നിങ്ങൾ വേസ്റ്റ് ചെയ്യുന്നത്? ഈ +1ൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നീറ്റും ചെയ്യും പ്രിപ്പയർ ചെയ്യാനുള്ള ഓപ്ഷൻ ഇല്ലേ? പിന്നെ എന്തുകൊണ്ട് അത് യൂസ് ചെയ്യുന്നില്ല? അതിന് നിങ്ങളെല്ലാവരും പറയുന്ന ഒരേ ഒരു കാര്യം, സാറേ ഈ +1ൻ്റെ കൂടെയൊക്കെ നീറ്റ് ജെയി ഓൺലൈനായിട്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിന് കോഴ്സിനൊക്കെ അത്യാവശ്യം പൈസ ആവുന്നുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ നോക്കാത്തത്. പക്ഷേ അങ്ങനെ വിചാരിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അതായത് +1ൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് നീറ്റ് ആണെങ്കിലും ജെഇ ആണെങ്കിലും എജുപോർട്ടിൽ കംപ്ലീറ്റ്ലി 100% വരെ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള സ്കോളർഷിപ്പ് എക്സാമാണ് ടാലൻറ്റ് ഹണ്ട് എക്സാം. ഇതിൻ്റെ മുന്നേ 2 തവണ ടാലൻറ്റ് ഹണ്ട് 1ഉം 2ഉം നടന്നു കഴിഞ്ഞിട്ടുണ്ട്. ഇത് 3 മൂന്നാമത്തതിൻ്റെതാണ് നടക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും, സാറേ എന്താണ് സിലബസ്, എന്താണ് ഞങ്ങൾ പഠിക്കേണ്ടത്, പരീക്ഷയ്ക്ക് എന്താണ് ചോദിക്കുക? പരീക്ഷൻ്റെ സിലബസ് ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ ഉണ്ട്. ജെഇ ആണെങ്കിൽ അതിൽ നിങ്ങൾക്ക് എന്താണ് മാത്സിൽ നിന്നും 2nd ഡിഗ്രി ഇക്വേഷൻസ്, ട്രിഗ്നോമെട്രി, പോളിനോമിയൽസ് ആൻഡ് ഇക്വേഷൻസ് പഠിച്ചാൽ മതി. ഫിസിക്സിൽ ലെൻസ്, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് എനർജി, കൺസംഷൻ ആൻഡ് കൺസർവേഷൻ, അതുപോലെ കെമിസ്ട്രി നിങ്ങൾക്ക് ചാപ്റ്റേഴ്സ് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും കുറച്ച് ടോപ്പിക്സ് അത് കാണാൻ പറ്റുന്നുണ്ട്. ടോട്ടൽ 240 മാർക്കിനാണ് ഉണ്ടാകുക. 60 മിനിറ്റ്, വെറും 60 മിനിറ്റാണ് നിങ്ങൾക്ക് ഉണ്ടാകുക നിങ്ങൾ ജെഇൻ്റെ സ്കോളർഷിപ്പ് എക്സാം ആണ് എഴുതുന്നതെങ്കിൽ. ഇനി നീറ്റിലേക്ക് വരികയാണെങ്കിൽ നിങ്ങൾക്ക് ബയോളജിയിൽ നിന്നും ജെനറ്റിക്സ് ഓഫ് ലൈഫ്, ബിഹൈൻഡ് സെൻസേഷൻ, ഇമ്മ്യൂണിറ്റി ആൻഡ് ഹെൽത്ത് കെയർ, അതുപോലെ ഫിസിക്സിൽ നിന്നും ലെൻസ്, മാഗ്നറ്റിക് എഫക്ട്സ് ഓഫ് ഇലക്ട്രിക് കറണ്ട്, ഇലക്ട്രിക് എനർജി, കൺസംഷൻ ആൻഡ് കൺസർവേഷൻ, അതുപോലെ കെമിസ്ട്രിയിൽ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, അതുപോലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിൽ നിന്നും കുറച്ച് ടോപ്പിക്സ് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ വായിക്കാൻ സാധിക്കും. ടോട്ടൽ 300 മാർക്കിനാണ് എക്സാം ഉണ്ടാകുക. 60 മിനിറ്റ് മാത്രമാണ് ഉണ്ടാകുക. നീറ്റിൻ്റെ സ്കോളർഷിപ്പ് എക്സാം ആണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ. അപ്പോൾ നിങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്യടാ. ഇനി അഥവാ കിട്ടിയാലോ ഒരു വർഷം നേരത്തെ നമുക്ക് നമ്മളുടെ ഡ്രീമിലേക്ക് എത്താൻ സാധിക്കൂലേ? നന്നായി പഠിച്ചു കഴിഞ്ഞാൽ ഇത് പോസിബിൾ ആണ് എന്നാണ് കഴിഞ്ഞ ദിവസം പിന്നെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ചൈതൻ എന്ന് പറഞ്ഞ സ്റ്റുഡൻറ്റ് എന്നോട് പറഞ്ഞു. ഞാൻ അവിടെ ഒരു ഇൻ്റർവ്യൂ എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവൻ പറയാണ്, എനിക്കങ്ങനെ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ലായിരുന്നു, പക്ഷേ ഞാൻ ഉറച്ചു വിശ്വസിച്ചു എന്നെക്കൊണ്ട് ഇത് പറ്റുന്നു. ഞാൻ ഹാർഡ് വർക്ക് ചെയ്ത് ഞാൻ നീറ്റ് ക്രാക്ക് ചെയ്ത് ഇതാ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 3ാം വർഷമാണ്. അതായത് വർക്ക് ചെയ്യാൻ തയ്യാറായിട്ടുള്ള ഒരുത്തനുള്ളതാണ് ഈ നീറ്റ് ആണെങ്കിലും ജെഇ ആണെങ്കിലും ഓവറോൾ ലൈഫിലെ സക്സസ് ആണെങ്കിലും അവന് വേണ്ടി മാത്രമുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം തന്നെ ഒരു ട്രൈ നടത്തി. ഇപ്പം 10ാം ക്ലാസ്സൊക്കെ കഴിഞ്ഞ് പൊലിവിൽ പവറിൽ നിൽക്കല്ലേ, നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. ഇനി എങ്ങാനും കിട്ടിയാലോ? അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്യാനോ ഇത് ഫ്രീ ആയിട്ട് എഴുതാൻ പറ്റൂലേ നിങ്ങൾക്ക്? അപ്പോൾ നിങ്ങൾ ചോദിക്കുക, എന്നാ സാറേ ഇത് നടക്കുന്നത്? ജൂലൈ 10ാം തീയതിയാണ് ഓൺലൈനായിട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാനുള്ള അവസരമുണ്ട്. ഒരു കാരണവശാലും ഇത് മിസ്സാക്കാതിരിക്കുക. എങ്ങനെ സാറേ ഇതിന് രജിസ്റ്റർ ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ താഴെ തന്നെ എന്തുണ്ട്, ഒരു ലിങ്ക് ഉണ്ട്. ആ ലിങ്ക് കയറിയിട്ട് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഏകദേശം +1ൻ്റെ കൂടെ നീറ്റ് ജെഇ പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിൽ എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഒരു 20,000 രൂപയോളം ഒരു വർഷത്തേക്ക് ഫീസ് ഉണ്ട്. ആ സാധനമാണ് 0 രൂപയ്ക്ക്, ഒരു പൈസ പോലും ഇല്ലാതെ നിങ്ങൾക്ക് കിട്ടുന്നത്. അപ്പോൾ
നിങ്ങളെ വീട്ടുകാർക്ക് എന്താണ് നിങ്ങളെ ഒരുപാട് പൈസ കൊടുത്ത് പഠിപ്പിക്കേണ്ട, അതുപോലെ നിങ്ങൾക്കും എന്താണ് പിന്നെ വീട്ടുകാരെ ബുദ്ധിമുട്ടാക്കി എന്നുള്ള ടെൻഷൻ വേണ്ട. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങളെ സ്കില്ല് കഴിവുകൊണ്ട് നിങ്ങൾ നേടിയെടുത്തതാണ് ആ ബാച്ചിലേക്കുള്ള ഫ്രീ അഡ്മിഷൻ. അപ്പോൾ അതിന് ഒരു പവർ എപ്പോഴും ഉണ്ടാവും. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ കാണുന്ന ലിങ്കിൽ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഇപ്പം തന്നെ എജുപോർട്ടിൻ്റെ ടാലൻറ്റ് ഹണ്ട് എക്സാമിന് വേണ്ടി രജിസ്റ്റർ ചെയ്യ്. ഫസ്റ്റ് സ്റ്റെപ്പ് രജിസ്റ്റർ ചെയ്യാന്നുള്ള, ബാക്കിയൊക്കെ പിന്നെ അങ്ങ് നടന്നോളൂ. ഓക്കെ ആണല്ലോ? അപ്പോൾ ഉറപ്പായിട്ടും ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു മോളുടെ കഥ ഓർക്കുക, പിന്നെ പറഞ്ഞ ചൈതൻ എന്ന് പറഞ്ഞ മോൻ്റെ കഥ ഓർക്കുക. ഇതൊക്കെ ആ മോള് പറയുന്നത്, ആ മോളുടെ ജീവിതം കാണിക്കുന്നത് ലൈഫ് ഈസ് വെരി അൺപ്രഡിക്റ്റബിൾ. ഏത് നിമിഷവും എന്തു സംഭവിക്കാം. അപ്പോൾ ഓരോ നിമിഷവും വിലപ്പെട്ടതാണ്. നമ്മൾ ഓരോ നിമിഷത്തിനും വാല്യൂ കൽപ്പിച്ച് മുന്നോട്ട് പോകണം. ചൈതൻ പറയുന്നത് ഹാർഡ് വർക്ക് കൊണ്ട് എന്തും നേടിയെടുക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർക്കുക. ആൻഡ് നിങ്ങൾക്ക് ജസ്റ്റ് SSLCയിൽ എങ്ങനെ ഉണ്ടായിരുന്നു മാർക്ക് എന്നുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് താഴെ കമൻറ്റും ചെയ്യാം കേട്ടോ, എത്ര A+ ആണെന്നുള്ളത്. ഓക്കെ, സോ രജിസ്റ്റർ ചെയ്യാൻ മറക്കരുത്. ടാറ്റ ബൈ ബൈ, സി യു.